ഒരു തരത്തിലുള്ള പഠനമോ ഒരു തരത്തിലുള്ള മുന്നൊരുക്കവും കൂടാതെയാണ് മിക്ക ആൾക്കാരും ബിസിനസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും അധികം പരാജയപ്പെടുന്ന ഒരു മേഖലയാണ് ബിസിനസ്. ബിസിനസ് ചെയ്യുന്നതിൽ 80% ആൾക്കാർ പരാജയപ്പെടും. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: പഠിക്കാതെ, മനസ്സിലാക്കാതെ ബിസിനസ് ചെയ്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസിനെ പരാജയത്തിൽ നിന്നും പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള അന്വേഷണമാണ്. ഒരു കൂട്ടം ആൾക്കാർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ദ ലോക്കൽ എക്കോണമി എന്ന് പറയുന്ന നമ്മുടെ ഈ ക്ലബ്ബ്, ബിസിനസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനം. പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിന് വാക്കുക. ലോകത്ത് ഏത് കാര്യം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണമുള്ള ഒരു കാര്യമാണ് ബിസിനസ്. ബിസിനസ് ചെയ്താൽ മാത്രമേ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. ബിസിനസ്സിലൂടെ മാത്രമാണ് ടാക്സ് ലഭിക്കുന്നത്. ആ ടാക്സിന്റെ വരുമാനം കൊണ്ടാണ് ഏതൊരു രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതിലിരിക്കുന്ന പല ആൾക്കാരും ലക്ഷവും കോടിക്കണക്കിന് രൂപ ടാക്സ് നിലവിൽ തന്നെ കൊടുത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെ നമ്മുടെ മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടി തൊഴിലും അതോടൊപ്പം തന്നെ ടാക്സും കൊടുക്കും എങ്കിലും പല ആൾക്കാരും ബിസിനസ് പരാജയപ്പെടും. അവസാനം എല്ലാത്തിനെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ ബിസിനസ്സുകാരാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരെ എപ്പോഴും നേരായ മാർഗത്തിലൂടെ ഒരു കൂട്ടം ആൾക്കാർ നമ്മളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്, മോർണിംഗ് ക്ലാസിന്റെ ഉദ്ദേശം. രാവിലെ വെറും അരമണിക്കൂർ നമ്മൾ ഒരുമിച്ച് കൂടി ബാക്കിയുള്ള രാവിലെ അറിയാലോ വളരെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സമയമാണ് രാവിലെ. ആ സമയം മുതൽ തന്നെ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നും അതിലൂടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ സെക്ഷന്റെ ഉദ്ദേശം. അപ്പൊ ഞാനിന്ന് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബിസിനസിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിസിനസിന്റെ 7 സ്റ്റെപ്സ്. ഈ 7 സ്റ്റെപ്സിലൂടെയാണ് ബിസിനസ് പൂർത്തീകരിക്കുന്നത്. ബിസിനസ്സിന് എല്ലാവരുടെ ധാരണ പെട്ടെന്ന് കുറെ കാശുണ്ടാക്കുക, കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടുക, ഒരു ബിസിനസ് തുടങ്ങുക, ലാഭം ഉണ്ടാക്കുക. ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ പല ആൾക്കാരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ ബിസിനസ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. കാരണം ലോണ് കിട്ടാൻ ഭയങ്കര സൗകര്യമുള്ള നാടാണ് നമ്മുടെ രാജ്യം. ലക്ഷക്കണക്കിന് ലോണ് നമുക്ക് ഇപ്പൊ കിട്ടും, 10ഉം 15ഉം. അങ്ങനെ ലോണ് നമുക്ക് കിട്ടുന്നു. നമ്മൾ ലോൺ അതെടുത്തുകൊണ്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പുറത്തുള്ള ഒരു ബേക്കറി ആണ് ലാഭത്തിൽ ഓടുന്നതെങ്കിൽ ഉടൻ ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അപ്പുറത്ത് നല്ലൊരു ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ ലാഭത്തിൽ പോകുന്നു എന്ന് കാണുകയാണെങ്കിൽ അതേപോലെ ഒരു ഹോട്ടൽ തൊട്ടടുത്ത് ആരംഭിക്കും. അവസാനം നമ്മളെ എല്ലാ രൂപയും നഷ്ടപ്പെട്ട് 2-3 വർഷം കഴിയുമ്പോൾ പാപ്പരായിട്ട് മാറും. ഇതാണ് പലരുടെയും അവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിനുള്ള ഉത്തരം ഒറ്റ ഉത്തരവാണ്: അവരെ 7 സ്റ്റെപ്പിലൂടെ ബിസിനസ് നടത്താത്തത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ഞാൻ പറയുന്ന 7 സ്റ്റെപ്സ്, 7 ഏണികൾ. ഒരു ഏണിയിലുള്ള 7 പടികൾ കയറുമ്പോഴാണ് ബിസിനസ് പൂർത്തീകരിക്കുന്നത്. നമുക്കുള്ള 7 പടികൾ എല്ലാവരും കയറണമെന്നില്ല. നിങ്ങളൊരു 3 പടി കയറിയാൽ തന്നെ ബിസിനസ് ലാഭത്തിൽ. വലിയ വലിയ ബിസിനസ്സുകാർ 7 പടികളും കയറിയ ആൾക്കാരെ. അതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളെ വളരെ ശ്രദ്ധയിലൂടെ ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന കാര്യമേ അല്ല. വളരെ നമ്മുടെ ജീവിതമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളാണ് കാശ് ചിലവാക്കി, ലക്ഷങ്ങളും കോടികളും ചിലവാക്കി നമ്മളാണ്. നമുക്ക് നഷ്ടം വന്നാൽ വേറെ ആരും തന്നെ ഇല്ല. നമുക്ക് നമ്മൾ മാത്രമാണ് കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിക്കേണ്ട നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം, ഈ സെക്ഷൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് എന്തെങ്കിലും സംശയം ഉണ്ട് നമ്മൾ അങ്ങോട്ടും കൊടുക്കും. എന്തെങ്കിലും നല്ലൊരു പോയിന്റ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയുകയും ചെയ്യാം. അരമണിക്കൂറാണ് ഈ സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാം റെഡിയല്ലേ? നമുക്കൊരു 7 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നമുക്ക് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതില് 3 പോയിന്റിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇനി അടുത്ത് പറയാനും പോകും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ഇന്നലെ അർജുൻ പറഞ്ഞ കണക്കിനുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി നിൽക്കുന്നു. നമ്മൾ ആരംഭിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഷോപ്പ് എടുത്തു. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ആയി. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്കൊരു ബിസിനസ്സിനെ ഒരു ഏണിയായിട്ട്, പൂർണ്ണമായിട്ടുള്ള ബിസിനസ്സിനെ ഒരു ഏണിയായിട്ട് സങ്കല്പിക്കാം. ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്?
ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ കാര്യം ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. അതിന്റെ പേരാണ് മാർക്കറ്റിംഗ്. പല ആൾക്കാരും ബിസിനസ് എന്ന് പറയുന്നത് സെയിൽ എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. സെയിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ, സംശയമില്ല. പക്ഷെ സെയിൽസ് മാത്രമല്ല, തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ കടയിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് മാർക്കറ്റിംഗ്. ഒരിക്കലും ഒരു വലിയൊരു വൈദ്യനുണ്ടായിരുന്നു. ആ വൈദ്യന്റെ കയ്യിൽ ക്യാൻസർ മാറുവാനുള്ള അപാര സിദ്ധിയുള്ള മരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ച സ്ഥലത്ത് നിരവധി ആൾക്കാർ ക്യാൻസർ വന്ന് മരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വലിയ കുടുംബങ്ങളും അനാഥരായി, ലക്ഷങ്ങളും കോടികളും കടക്കെണിയിലായി. പക്ഷെ അദ്ദേഹത്തിന് ഈ വൈദ്യന്റെ കയ്യിൽ മരുന്നുണ്ട്. പക്ഷെ വൈദ്യൻ ഒരു തീരുമാനം എടുത്തു, എന്റെ കയ്യിൽ ഈ മരുന്ന് ഞാൻ അങ്ങോട്ട് ആരടുത്തും പറയില്ല, വേണമെങ്കിൽ അവരറിഞ്ഞ് എന്റെ അടുത്തേക്ക് വരണം. അങ്ങനെയെങ്കിൽ ആ നാട്ടിലെ ക്യാൻസർ വന്ന് മരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആൾക്കാർ മരിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പ്രശ്നം കൊണ്ടാണ്? സംശയമില്ലല്ലോ, ആ വൈദ്യന്റെ ഉത്തരവാദിത്തം. ഇതേപോലെയാണ് നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുവാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവുണ്ടെന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അങ്ങനെ ആൾക്കാരെ അറിയിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. രാജേഷ് ഉണ്ടോ? രാജേഷ് ഞാൻ ഉദാഹരണം പറഞ്ഞു. അത് നമ്മുടെ വിനിൽകുമാറാണ്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ചിത്രം വരയ്ക്കുന്ന കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് നല്ലൊരു പ്രൊഡക്റ്റ് പഠിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന്. പക്ഷെ ഇത് ആരടുത്തും പറയില്ല. എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ള കാര്യം ആരടുത്തും പറഞ്ഞിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ കഴിവില്ലാത്ത ആൾക്കാർ ഈ സമയത്ത് പഠിപ്പിച്ച് കാശുണ്ട്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വരയ്ക്കാനുള്ള നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കഴിവ് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പൊതുവെ പറയാം. അത് മാത്രമൊന്നുമല്ല, കൂടുതൽ വിശദമായിട്ട് പറയാനുണ്ട്. നമ്മളിത് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മൾ ആൾക്കാരെ മുമ്പിൽ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എന്താക്കണം? സെയിൽസ് ചെയ്യണം. മാർക്കറ്റിംഗ് നടത്തിയിട്ട് അടുത്തതിന് നമ്മൾ ബിസിനസ് ആക്കി അല്ലെങ്കിൽ നമ്മളെ ഒരു സെയിൽസ് ആക്കി മാറ്റണം. നമ്മൾ പൊതുവെ എല്ലാവർക്കും സെയിൽസിനെ കുറിച്ച് ധാരണയുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ആണ്, പ്രസന്റേഷൻ നടത്തണം, ക്ലോസിംഗ് നടത്തണം, അതേപോലെ അതിൽ തന്നെ കാശ് വാങ്ങണം, ഡെലിവറി നടത്തണം. ഇതെല്ലാം കൂടി ചേർന്നതാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് ഏരിയയിലെ ചവിട്ട് ആദ്യം കയറേണ്ടത് മാർക്കറ്റിംഗ് കഴിഞ്ഞ് ആദ്യം സെയിൽസ് ചെയ്ത്. ഇനി മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ് പ്രോഫിറ്റ്. മാർക്കറ്റിംഗും സെയിൽസും കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്ന പ്രകൃതിയാണ്. പല ആൾക്കാർക്കും മാർക്കറ്റിംഗും സെയിൽസും കഴിഞ്ഞാൽ അടുത്ത പുതിയ കട തുടങ്ങും. അങ്ങനെയല്ല, നമുക്ക് ലാഭം ഉണ്ടോ എന്ന് ഉറപ്പിക്കണം. നമുക്കൊരു ലക്ഷങ്ങളും കോടികളും കണക്കാക്കി നമ്മൾ ഇട്ടായിരിക്കും ബിസിനസ് ആരംഭിക്കുക. ആ ബിസിനസ് പരാജയപ്പെട്ടാൽ നഷ്ടം നമുക്ക് മാത്രമാണ്, നമ്മുടെ കുടുംബത്തിന് മാത്രമാണ്. ചിലപ്പോൾ കുടുംബം തന്നെ കൂടെ കാണുന്നുണ്ട്. വിജയിച്ചാൽ കൂടെ വരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. പരാജയപ്പെട്ട ഒരൊറ്റ ആൾക്കാർ കാണില്ല. പിന്നെ നമ്മുടെ ഭാഗത്തായിരിക്കും ഏറ്റവും വലിയ തെറ്റുണ്ടാകുക. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പ്രോഫിറ്റ്. ബിസിനസിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏണിയാണ് പ്രോഫിറ്റ്. ഇതും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തങ്ങോട്ടുള്ള 7 സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ബാക്കി അങ്ങോട്ട് 4 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തേത് മാർക്കറ്റിംഗ്, രണ്ടാമത്തേത് സെയിൽസ്, മൂന്നാമത്തത് പ്രോഫിറ്റ്. നമുക്ക് ലാഭം, നമ്മുടെ ബിസിനസ് നടത്തുന്ന സമയത്ത് ലാഭം ഉണ്ടെന്ന് ഉറപ്പിക്കുക. അത് നമ്മൾ അറിഞ്ഞിരിക്കണം.
പല ബിസിനസ്സുകാർ ഇന്നറിയപ്പെടുന്ന പല ആൾക്കാർ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ സാധനം നോക്കാറേ ഇല്ല. അവർ പലപ്പോഴും നോക്കാറുള്ളത് ഗ്രോത്തിലേക്കാണ്. ഗ്രോത്തും പ്രോഫിറ്റും രണ്ട് തരത്തിലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ 3 പോയിന്റ് വിശദമായിട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. വളരെ വിശദമായിട്ട് ഇത് 3മാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ബിസിനസ് ആരംഭിക്കുന്ന ആൾക്കാർ, ബിസിനസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, കുറഞ്ഞത് ഒരു 5 കോടി ടേൺ ഓവർ വരുന്ന ആൾക്കാർ ഈ കാര്യത്തിന്റെ അകത്ത് മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള മുകളിലുള്ള സ്റ്റെപ്സ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഈ 3ന്റെ അകത്ത് ഈ മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രോഫിറ്റ്, ഇത് 3 മാത്രമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് 4ാമത്തെ കാര്യം നോക്കാം. 4ാമത്തെ കാര്യമാണ് സിസ്റ്റം. നമുക്കൊരു സിസ്റ്റം ഉണ്ടാകും. നമുക്ക് ഈ ചോദിക്കുമ്പോ സിസ്റ്റം ഇതെല്ലാത്തിനും വേണ്ടെന്ന് ചോദിക്കും. വേണം, ഇത് മാർക്കറ്റിംഗിന്റെ സിസ്റ്റം നമുക്ക് ആദ്യമേ ഉണ്ടാകും, സെയിൽസിന്റെ ഒരു സിസ്റ്റം ഉണ്ട് ആദ്യം ഉണ്ടാകും, പ്രോഫിറ്റിനുള്ള സിസ്റ്റം ആദ്യം ഉണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സിസ്റ്റം ആയിട്ട് ചെയ്യാനുള്ള ഒരു രീതി നമ്മളെ ഓഫീസിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ അകത്ത് കൊണ്ടുവരാൻ കഴിയണം. പലപ്പോഴും ഈ സിസ്റ്റം നമ്മൾ ആദ്യം ഉണ്ടാകും. ചില ആൾക്കാരുടെ ആദ്യ സിസ്റ്റം എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ സാധ്യത. നമുക്കൊരു ആവറേജ് സിസ്റ്റം മാത്രമേ ആദ്യം ഉണ്ടാക്കാൻ കഴിയൂ. നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയാലും നീന്താൻ പഠിക്കും. വെള്ളത്തിൽ ഇറങ്ങുന്ന മുമ്പേ തിയറി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. ആദ്യമേ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്ന തെറ്റൊന്നുമില്ല. നമ്മൾ ആദ്യമേ സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ പോകും. അത് പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. അവരാദ്യമേ തന്നെ കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അത് നല്ലൊരു രീതിയല്ല. സിസ്റ്റം കൊണ്ടുവരുന്ന നാശത്തെ ഭാഗം. നമുക്കിവിടെ ഒരു പ്രാഥമിക സിസ്റ്റം വേണമെന്നുള്ള കാര്യം ഓർക്കണം. പരിപൂർണമായ സിസ്റ്റം കൊണ്ടുവരേണ്ടത് 4ാമത്തെ സ്റ്റെപ്സ് ആണ്. അപ്പോ നമ്മൾ ആദ്യം മാർക്കറ്റിംഗ് നടത്തി, സെയിൽസ് നടത്തി, പ്രോഫിറ്റ് ഉണ്ടാക്കി, സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തു. അടുത്ത് 4ാമത് കഴിഞ്ഞാൽ 5ാമത് ചെയ്യേണ്ട കാര്യമാണ് ഡെലിഗേഷൻ. ഇവിടെ നമ്മൾ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആൾക്കാർ, നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാർ. അംബാനിയും അദാനിയൊക്കെ വളരെയുള്ള കാരണം അതാണ്. അംബാനിയെക്കാളും മിടുക്കന്മാരായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഈ ഡെലിഗേഷൻ നടത്തുന്ന ആൾക്കാർ. കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് HR, സെയിൽസ് മാനേജർ, അതേപോലെ തന്നെ പർച്ചേസ് മാനേജർ, അതേപോലെ തന്നെ പ്രോഫിറ്റ് നോക്കാൻ വേണ്ടി അവരെ കണക്ക് നോക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക് ചെയ്യാൻ വേണ്ടിയുള്ള അക്കൗണ്ട് സെക്ഷൻ, പരിപൂർണമായ അക്കൗണ്ട് സെക്ഷൻ അത് നോക്കാൻ വേണ്ടി മാനേജർ, ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഉണ്ടാവും. ഇതുവരെ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മളായിരിക്കും നായകൻ. 5ാമത്തെ കാര്യങ്ങൾ നമ്മൾ കുറെ ആൾക്കാർക്ക് വിധിച്ചു കൊടുക്കും, നമുക്കുണ്ടാവും. ഇതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യമാണ് ടീം ബിൽഡിംഗ്. നമ്മൾ ടീമിനെ സെറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി മികച്ച ടീം, നമ്മുടെ ബിസിനസിന്റെ അകത്തൊരു മാസം മൈൻഡ് സംഘം ഉണ്ടാകും. ഇതാണ് അടുത്ത കാര്യം. അപ്പൊ നമ്മൾ 1ാമത്തെ കാര്യം മാർക്കറ്റിംഗ്, 2ാമത്തെ സെയിൽസ്, 3ാമത്തെ പ്രോഫിറ്റ്, 4ാമത്തെ സിസ്റ്റം, 5ാമത്തെ ഡെലിഗേഷൻ, 6ാമത്തെ ടീം ബിൽഡിംഗ്. ഈ ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളല്ല പിന്നെ കാര്യങ്ങൾ നോക്കുക, ആ ടീമായി. പിന്നീട് പരിപൂർണമായ കാര്യങ്ങൾ നോക്കുക. നമ്മുടെ ബിസിനസിന്റെ അകത്തല്ല, ഇൻ ദ ബിസിനസ് അല്ല, ഓൺ ദ ബിസിനസ് ആണ്. നമ്മൾ ബിസിനസ് പരിപൂർണമായി അവർക്ക് വിട്ടുകൊടുക്കും. നമ്മളില്ലെങ്കിലും അവിടെ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആവശ്യം അവിടെ ഇല്ല. കഴിവുള്ള നിരവധിയുള്ള അങ്ങനെയുള്ള ഒരു മാസ്റ്റർ മൈൻഡ് സംഘം നമ്മുടെ കീഴിലുണ്ടാകുക. ഇതാണ് 6ാമത്തെ സ്റ്റെപ്സ്. ഇനി 7ാമത്തെ കാര്യമാണ് എക്സ്പാൻഷൻ. നമ്മൾ പുതിയ ബിസിനസ്സിലേക്ക് ഇതിനെ ഒന്നുകിൽ ഈ മോഡലിനെ വേറെ സ്ഥലത്തേക്ക് അവതരിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ബിസിനസ്സിലേക്ക്. കാരണം നമ്മുടെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക് നടക്കും. അദാനി, അംബാനി അല്ലെങ്കിൽ വിജയിച്ച എല്ലാ ബിസിനസ്സുകാരും ഇവിടെ കിടന്നു. നമ്മൾ ലുലു മാളിൽ എടുക്കാം.
അദ്ദേഹം ഒരു ലുലു മാൾ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രോഫിറ്റ്, സിസ്റ്റം, ഡെലിഗേഷൻ, ടീം ബിൽഡിംഗ് കഴിഞ്ഞ ശേഷമാണ് അടുത്ത ലുലു മാൾ തുടങ്ങുന്നത്. ഒരേ സമയമല്ല, ആദ്യ കാലഘട്ടം. നമ്മുടെ പലരുടെയും പ്രശ്നം മാർക്കറ്റിംഗും സെയിൽസും കഴിഞ്ഞ് പ്രോഫിറ്റ് നോക്കാതെ നേരെ എക്സ്പാൻഷനിലേക്ക് പോകും. ആദ്യമേ ചാടിക്കയറി എക്സ്പാൻഷൻ പോവുക. അക്ബർ ഭായിയുടെ അടുത്ത് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മാർക്കറ്റിംഗ് തുടങ്ങി സെയിൽസ് ഭയങ്കര സെയിൽസ് ആയിരിക്കും, പ്രോഫിറ്റ് നോക്കില്ല. നേരെ എടുത്ത് എക്സ്പാൻഷനിൽ പോകുന്നവർക്കാണ് പണി കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ മിക്ക ബിസിനസ്സുകാർ ഈ എക്സ്പാൻഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. വലിയ കട തുടങ്ങുക, വൻ രീതിയിൽ ഉദ്ഘാടനം നടത്തുക, ഹണി റോസിനെ കൊണ്ടുവരിക, അടുത്ത കട തുടങ്ങുക, ഹണി റോസിനെ കൊണ്ടുവരിക, അവസാനം കുത്തോടുക. ഈ മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രോഫിറ്റ്, ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി കൊണ്ട് സിസ്റ്റം കൂടി വേണം. 4 കാര്യം. ഒരു 5 കോടി രൂപ വരെ മാർക്കറ്റിംഗും സെയിൽസും പ്രോഫിറ്റും മാത്രം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് 10 കോടി ആവുന്ന സമയം, നമ്മുടെ 10 കോടി ആവുന്ന സമയത്ത് സിസ്റ്റവും കൂടി നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് മാത്രമാണ് മുകളിലോട്ട് പോകാനായി. ഡെഡിക്കേഷൻ. പല ആൾക്കാർക്ക് ബിസിനസ് ഇങ്ങനെ ചെയ്ത് മറ്റുള്ളവർ ചെയ്യണം, ഞാൻ ഇങ്ങനെ കൈ കെട്ടി നിൽക്കാം, അതൊക്കെ പിന്നീട്. ആദ്യഘട്ടങ്ങൾ 10 കോടി വരെ നമ്മളായിരിക്കാം. നമ്മൾ അതിന്റെ ഇൻ ദ ബിസിനസ് തന്നെയാണ്. പല ആൾക്കാരും പറയുന്ന കാര്യം, പല ബിസിനസ് കോച്ച് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ബിസിനസിന്റെ അകത്തിറങ്ങരുത്, അകത്ത് തന്നെ ഇറങ്ങും. അതിന്റെ 10 കോടി പൂർത്തിയാവുന്നവരെ. കാരണം നഷ്ടം വന്നാൽ നമുക്ക് കാര്യമില്ല. നമ്മൾ പ്രോഫിറ്റും കഴിഞ്ഞ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഡെലിഗേഷനിലേക്ക് പോകുന്നത്. അല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ 7 കാര്യങ്ങൾ വളരെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ 7 നമ്മൾ സ്റ്റെപ്സും കയറുന്ന ആളാണ് ബിസിനസ് വിജയിക്കുന്നത്. നമ്മൾ ഈ എക്സ്പാൻഷനിലേക്ക് എത്താൻ ആദ്യം നമുക്ക് 3 കാര്യങ്ങൾ മാത്രം നോക്കുക: മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് ഈ ബാക്കി 7 കാര്യങ്ങളും ഒരു കാര്യം മാത്രം നമുക്ക് എടുക്കാം. ആദ്യം ബാക്കി 7 കാര്യം നമുക്ക് മാർക്കറ്റിംഗ് ഒന്ന് ക്ലിയർ ആയിട്ട് എന്താണ് മാർക്കറ്റിംഗ് എന്ന് പരിപൂർണമായി പഠിക്കുക. ഒരാഴ്ചക്കാലം നമ്മൾ അത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എല്ലാവരുടെ ധാരണ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറെ കാശുണ്ടാക്കി കുറെ പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് പരിപൂർണമായി തെറ്റാണ്. കാശ് ചിലവാക്കി മാർക്കറ്റിംഗ് ചെയ്യാൻ അത് നമ്മള് ഈ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രം പോയാൽ, അതിന് മുമ്പേ തന്നെ നമുക്ക് കാശില്ലാതെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം. നിരവധി കാര്യങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അറ്റൻഷൻ. നമ്മൾ മാർക്കറ്റിംഗ് നമ്മുടെ ഏത് മേഖലയാണോ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഈ അറ്റൻഷന്റെ ആളാണ്. അയാൾ സിനിമ നടനാണ്. അയാള് ചാനലുകാരൻ. അയാൾ ട്രോളി അയാൾ വലിയ സിനിമ സെലിബ്രിറ്റി ആയിട്ട് അന്ന് മാറി. ഇപ്പൊ അറ്റൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് അറ്റൻഷൻ കൊണ്ടൊക്കെ നമുക്ക് അത്രയ്ക്കൊന്നും പോകാൻ നമുക്ക് കഴിയില്ല, കുറിക്കെട്ടി നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ അറ്റൻഷൻ ഉണ്ടാകും. വേറൊരു താരം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. മമ്മൂട്ടി ഒരു അവാർഡ് വാങ്ങും. ഈ സമയത്ത് മോഹൻലാലിന്റെ ഒരു വാർത്ത സ്വാഭാവികമായിട്ടും, മോഹൻലാലിന്റെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു വാർത്ത വരും. അവർ രണ്ടും ഇങ്ങനെ കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കയറാറ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഉഗ്രം പരിപാടിയാണ്. ആപ്പിൾ കമ്പനി ഇറങ്ങിയ സമയത്ത്, ആപ്പിൾ ഫോൺ ഇറങ്ങിയ സമയത്ത് അവർ ചെയ്ത അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് പത്രപരസ്യം. കുറച്ച് കാശിലേക്കുള്ള പരിപാടിയാണ്. പക്ഷെ അവരുടെ ഡിസൈൻ ഒരു വെറൈറ്റി സാധനം കൊണ്ടു. പത്രങ്ങൾ പാക്കറ്റിൽ ഫോൾഡറാക്കി മടക്കി അവരുടെ ആദ്യം കൊണ്ടുവന്നു.
ആദ്യം പത്രം നോക്കുമ്പോൾ ഒരു പകുതി പേജ്, ഒരു ഫുൾ പേജ് അതിൽ കൂടെ പകുതി കീറി വെച്ച് മടക്കി അതിന്റെ രസത്തിൽ അറ്റൻഷൻ. നിരവധി ട്രെയിനിങ് രംഗത്തുള്ള ആൾക്കാർ ഇങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പല കുടിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. നമുക്ക് നെഗറ്റീവ് കിട്ടുകയും നമ്മുടെ കാര്യങ്ങൾ അറ്റൻഷൻ നമ്മൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് അറ്റൻഷൻ കിട്ടാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ആവശ്യം ചെയ്യാൻ പറ്റുന്ന നിരവധി മാർഗങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് അറ്റൻഷൻ. രണ്ടാമത്തെ കാര്യം, ഈ അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു തെറ്റിദ്ധരിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള അറ്റൻഷനിലേക്ക് നമ്മൾ പോകരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യമാണ് അട്രാക്ഷൻ. അറ്റൻഷൻ കിട്ടിയാൽ മാത്രം പോരാ, അട്രാക്ഷൻ നമ്മളിലേക്ക് അവർ കൊണ്ടുവരണം. ഇപ്പൊ പുതിയ എല്ലാ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിലെ യൂട്യൂബേഴ്സ് അതിലൊരു പാർട്ടാണ്, ഒരു ഭാഗം, നായകന്റെ കൂടെയുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ പറ്റും. എന്തിന് സത്യന്തിക്കാട് സിനിമ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. അദ്ദേഹത്തിന്റെ സിനിമ ഈ അടുത്ത മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് അത് 2-3 യൂട്യൂബേഴ്സ് അതിലുണ്ടായി. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. പക്ഷെ ഈ അട്രാക്ഷൻ ഉണ്ടാകണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പൊടിക്കൈ വേണം. നിങ്ങൾ മിക്ക സിനിമ എടുത്ത് നോക്കിയാലും യൂട്യൂബേഴ്സ് ഒരു സിനിമയുടെ ഒരു ഭാഗമാണ്. 2 ഗുണമുണ്ട്. എന്താണ്? അവരെ വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ കിട്ടും. അവരെ രണ്ടാമത് അതിനെക്കുറിച്ച് നല്ല പ്രൊമോ വീഡിയോ തയ്യാറാക്കി തരും, അവർക്ക് കാശം കൊടുക്കും. അപ്പൊ അതിലൂടെ അട്രാക്ഷൻ കിട്ടും. അറ്റൻഷൻ, അട്രാക്ഷൻ. മൂന്നാമത്തെ കാര്യമാണ് ലീഡ് ജനറേഷൻ. ലീഡ് ഇല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് ചെയ്തിട്ട് കണ്ടു നമ്മള് ഈ അറ്റൻഷൻ, അട്രാക്ഷൻ, ലീഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗിന്റെ കർത്തവ്യം. ഈ മൂന്നാമത്തതിലേക്ക് കൊണ്ടുവന്നതിന് നഷ്ടമാണ്. പല ആൾക്കാരും അറ്റൻഷനും അട്രാക്ഷനും നടത്തും, പക്ഷെ ലീഡിലേക്ക് കൊണ്ടുവരില്ല. ലീഡും എൻക്വയറിയും രണ്ടാണ്. എൻക്വയറി എന്ന് പറയാൻ വന്ന സമയമില്ലാത്ത ആൾക്കാർ വന്ന് ചോദിക്കുക, ചുമ്മാ ചോദിക്കുക. പക്ഷേ ലീഡ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് കസ്റ്റമർ ആയിരിക്കും, പ്രോസ്പെക്ട് ആയിരിക്കും. അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴാണ് അത് ലീഡായിട്ട് മാറുന്നത്. ലീഡ്സ് അങ്ങനെയാണ് ഉണ്ടാവുക. പലയിടത്തും ആരെയും കൊണ്ടുവന്നിങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ചുമ്മാ അങ്ങോട്ട് പോയി എന്റെ പ്രോഡക്റ്റ് വാങ്ങൂ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരുടെ അടുത്തല്ലേ നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ പറയേണ്ടത്. മാർക്കറ്റിംഗ് എല്ലാ ആൾക്കാരുടെ അടുത്തേക്ക് പോകരുത്. നമ്മുടെ മേഖലയിലുള്ള ആൾക്കാരുടെ അടുത്താണ് അറ്റൻഷൻ കൊടുക്കുന്നത്. ഉദാഹരണം, നമ്മുടെ പ്രോഡക്റ്റ് ഒരു നല്ലൊരു മെയിൽ ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണ്, ഷർട്ട്, ആൺകുട്ടി ഷർട്ടാന്ന് വിചാരിക്കുന്നത്. അത് ലേഡീസിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യം. അവിടെ അറ്റൻഷൻ കൊണ്ടുവരേണ്ടത് ജെൻസിന്റെ അടുത്താണ്. അട്രാക്ട് ചെയ്തതും അവരാണ്. അവർ വന്നാൽ മാത്രമേ നമുക്ക് ആ ലീഡ് കിട്ടൂ. നമ്മൾ നേരെ തിരിച്ച് ലേഡീസിന്റെ അടുത്തോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരടുത്തോ ചെറുപ്പക്കാരുടെ ഡ്രസ് വയസ്സായ ആൾക്കാരടുത്തോ പോയി കഴിഞ്ഞാൽ അവർ ലീഡിലേക്ക് അത് കൺവേർട്ട് ചെയ്യില്ല. ചിലപ്പോൾ എൻക്വയറി ഉണ്ടാവും, ലീഡാകില്ല. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു പോർഷൻ. പല ആൾക്കാരും വെറുതെ കൊണ്ട് മാർക്കറ്റിംഗ് എന്നുള്ള കാശ് ചിലവാക്കുന്നത് ഈ കറക്റ്റ് ഓഡിയൻസിന്റെ അടുത്തേക്കല്ല. ഇതാണ് പലർക്കും പണി കിട്ടുന്നത്. ചില ആൾക്കാര് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലക്ഷം ചിലവാകും, പക്ഷെ റിസൾട്ട് ലീഡ് ഉണ്ടാകും. കറക്റ്റ് നിങ്ങളുടെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഏരിയയിൽ മാത്രമാണ് അറ്റൻഷനും അട്രാക്ഷനും കൊണ്ടുവരേണ്ടത്. ഇല്ലെങ്കിൽ അത് ലീഡായിട്ട് നിങ്ങൾ ബിസിനസ് ആയിട്ട് മാറില്ല. ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ലീഡിലേക്ക് എത്തുക എന്ന് പറയുന്ന കാര്യം, മാർക്കറ്റിംഗ് ലീഡിലേക്ക് എത്തുക എന്നുള്ള കാര്യം. അതായത് നമ്മുടെ ഷോപ്പിന് മുന്നിൽ കൊണ്ട് കറക്റ്റ് കസ്റ്റമറെ അല്ലെങ്കിൽ കറക്റ്റ് പ്രോസ്പെക്റ്റിനെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്ന കാര്യമാണ് മാർക്കറ്റിംഗ്. അത് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യം. നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഒരു ചെലവാക്കാൻ നമുക്ക് ലീഡ്സ് ഉണ്ടാക്കാൻ സാധിക്കും.
ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ലീഡ്സ് ഉണ്ടാക്കാം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം? ഈ അറ്റൻഷൻ, അട്രാക്ഷൻ, ലീഡ്സ്, ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരെങ്കിലും? ഈ അറ്റൻഷനും അട്രാക്ഷനും നമ്മളതിൽ ഒന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ല, രണ്ടാണ് കേട്ടോ. അല്ലെ? രണ്ടാണ്. രണ്ടാണ്. അറ്റൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു, അട്രാക്ഷൻ വരെ. ചിലപ്പോൾ നമുക്ക് അറ്റൻഷൻ ഉണ്ടാക്കാം. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് അറ്റൻഷൻ ഉണ്ടാക്കി, അട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? രണ്ടും രണ്ടാണ് അല്ലെ? ഓ യെസ്. അറ്റൻഷൻ ഉണ്ടാക്കില്ല. നമ്മൾ ശ്രദ്ധിക്കും, ഇന്ന് ആയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എവരെ ശരിയല്ലോ. സന്തോഷ് പണ്ഡിറ്റ് ഭയങ്കര അറ്റൻഷൻ ഉണ്ടാക്കി, പക്ഷെ ഇവനെ കൊണ്ട് അഭിനയിക്കാതെയോ. അട്രാക്ഷൻ കൊണ്ടുപോയി നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ആർക്കും അറ്റൻഷനും കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അട്രാക്ഷനിലേക്ക് മാറണമെങ്കിൽ നമുക്ക് കുറച്ച് അതിനകത്ത് സാധനം നമ്മുടെ കയ്യിലുണ്ടാകും. ഈ അറ്റൻഷൻ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ഏത് റൂട്ടിലും കൊണ്ടുവരാം അല്ലെ? അതെ, നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പോസിറ്റീവ് ആകണമെങ്കിൽ അട്രാക്ഷൻ ആയിട്ട് അയക്കാൻ മാത്രമേ ലീഡ് ആവൂ. പലർക്കും കിട്ടുന്ന പണികളാണ്. ചുമ്മാ കൊണ്ട് കുറെ മാർക്കറ്റിൽ കുറെ കാശ് എടുക്കുന്നില്ല, അറ്റൻഷൻ ഇങ്ങനെ മാർക്കറ്റിംഗ് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് മാത്രമല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ ഈ ഭാഗങ്ങൾ മുഴുവൻ ഇത് കറക്റ്റാണ്. തുടർച്ച അതാണ് ബിസിനസിന്റെ മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ലീഡ് കുറയുമ്പോഴാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതെ. അപ്പോൾ എപ്പോഴും തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. നമുക്ക് അടുത്ത ക്ലാസ്സിന് അതാണ് നമ്മൾ പൂർണ്ണമായിട്ടും നോക്കുന്നത്. മാർക്കറ്റിംഗ് ചെയ്ത് എങ്ങനെ ലീഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ കാര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് പൊളിയായിരിക്കും. നമുക്ക് കറക്റ്റ് ലീഡ്സ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. കേട്ടിട്ട് മാത്രം കാര്യമില്ല, അതിൽ കുറെ കാര്യങ്ങൾ, കുറെ സ്റ്റെപ്സ് നമ്മൾ ചെയ്യാനുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി. നമുക്ക് നാളെ ഇത് തുടങ്ങുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം, കുറച്ച് സമയം നമ്മുടെ ബിസിനസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ബിസിനസ്, ഓരോരുത്തരുടെ ബിസിനസ് ഫ്രം ലോക്കൽ ടു ഗ്ലോബലിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.